എമ്പുരാൻ നല്ല പടം തന്നെയാണ്. ലൂസിഫറിന്റെ അത്രയും വരില്ല, പക്ഷെ വൺ ടൈം വാച്ചബിൾ ആണ്. എനിക്ക് ഒരുപാട് നല്ല ഫിലിം തന്നെയാണ്. പക്ഷേ ഡിഗ്രേഡിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ ഡിഗ്രേഡിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ പേര് പടം മോശമല്ല, പടം ഞാൻ കണ്ടതാണ്, വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് നല്ലതാണ്. അപ്പോൾ ലൂസിഫർ അത്ര വരില്ല, നല്ല ഫിലിം തന്നെയാണ്. നെഗറ്റീവ് അത് ഈ പൊളിറ്റിക്കൽ ഇതാണ്. സിനിമ ഒരു കലാരൂപവും ബിസിനസ്സുമാണ്, അവിടെ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും വിചാരിക്കും പടം ഗുണമില്ലാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, പടം നല്ലതാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എമ്പുരാൻ മാക്സിമം മാർക്കറ്റ് ചെയ്യാം. നല്ല ഫിലിം തന്നെ, അവർ അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫിനാൻഷ്യൽ സക്സസ്ഫുള്ളാണ്. ഇനി ഓടുകയും ചെയ്യും. മഞ്ജുവാരുടെ പെർഫോമൻസ് ഉപകരണമാണ് അതല്ല. പിന്നെ ലാലേട്ടൻ ആ ഒരു ഷട്ടിൽ ആക്ടിങ് ആണ്, അല്ലാതെ ഭയങ്കര ഒച്ചയുണ്ടാക്കുന്ന ഡയലോഗൊന്നുമില്ല, പഞ്ച് ഡയലോഗൊന്നുമില്ല. പക്ഷെ നല്ലൊരു ആക്ടിങ് തന്നെ വിളിച്ച് മേക്കിങ്ങും നല്ല തന്നെയാണ്. ഇത് പ്യുവർലി പൊളിറ്റിക്കലാണ്, BJPയുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ ക്യാമ്പയിനൊന്നുമില്ല. നല്ല പടം തന്നെയാണ്. മൂന്നാം ഭാഗം വരും ചെയ്യും. എന്തായാലും അത് നല്ല മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവർ പടം റിലീസിന് മുമ്പ് തന്നെ അവർ നല്ല ബിസിനസ് നടത്തിയും. എന്തായാലും നല്ല ഫിലിം തന്നെയാണ്. ഇങ്ങനത്തെ വലിയ പടങ്ങളാണ് ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്യണം. അത് ഇവിടുത്തെ ആൾക്കാരെ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. മരക്കാരായാലും കുടിയനായാലും എന്തായാലും മുതലാക്കി കാശ് അവർക്ക് കിട്ടും. അങ്ങനെ ഓടുന്ന പടമാണ്, പക്ഷേ ഡിഗ്രേഡിങ് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ ഈ ഡിഗ്രേഡിങ് പേരിൽ പടം കാണാതിരിക്കരുത്, ബിക്കോസ് വളരെ മോശം പടമാണ്. മോശം പടമല്ല, ഞാൻ കണ്ടതാണ്. എന്തായാലും നല്ല പടം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു.